ഇപ്പോൾ സമയം 4:30. നമ്മൾ നാട്ടിൽ പോകാനായിട്ടാണ്, ട്രെയിനിൽ പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. നേരം വെളുത്ത് പോകാനായിരുന്നു, പക്ഷേ നേരം വെളുത്ത് ഇറങ്ങിയാൽ ഭയങ്കര താമസമാണ്. ഞാനും പിള്ളേരും മാത്രമേ പോകുന്നുള്ളൂ. 5:20 ഒരു ഇൻ്റർസിറ്റി ഉണ്ട്, അതിന് പോകാമെന്ന്. അപ്പോൾ റെഡിയായി എല്ലാവരും താഴെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ലഗേജ് ഉണ്ട്, പിള്ളേരുടെ തുണിയൊക്കെ ഉണ്ട്. ഇച്ചിരി ടാസ്ക്കാണ് പിള്ളേരെയും കൊണ്ട് ഒറ്റയ്ക്ക് പോകുന്നതെന്ന് പറയുന്നത്. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഊബറിലായിരിക്കും പോകുന്നത്. 4:30 പിള്ളേരെല്ലാം റെഡിയായി നിൽക്കുക. രാവിലെ എണീക്കാത്ത മിയയൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. രാവിലെ എത്ര വിളിച്ചാലും എണീക്കത്തില്ല, പക്ഷേ ഇതിപ്പം പോകാനായതുകൊണ്ട് റെഡി. പാറു റെഡി. പാറു എണീറ്റിട്ടാണ് മിയെ വിളിച്ചത്, ചേച്ചി എണീക്കെന്ന് പറഞ്ഞു. गुरुवायूर ट्रिवेंड्रम इंटरसिटी एक्सप्रेस लगभग 5:03 पर एर्नाकुलम जंक्शन प्लेटफॉर्म नंबर 3 पर आने की संभावना है. योर अटेंशन प्लीज. ഇത്തവണ എറണാകുളം ട്രിവാൻഡ്രം ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ വന്നത്. 5:20 എറണാകുളത്ത് നിന്ന് കയറിയിട്ട് 7 മണിയായപ്പോൾ നമ്മൾ ഹരിപ്പാട് എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാട്ടെ നല്ല മഴ പെയ്ത് തണുത്ത കാലാവസ്ഥ. അല്ല, ഞങ്ങൾ എറണാകുളമാണ്. അത് പരിപാടി നടക്കുമായിരുന്നു. ഇവർക്ക് തിങ്കളാഴ്ച എക്സാം ഉണ്ട് മിയക്ക്. അപ്പം ഞങ്ങൾ നാളെ ഉച്ചയ്ക്ക് അങ്ങ് പോകും. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വിളിക്കാൻ വരാനോ കൊണ്ടാക്കാനോ ആരും ഇല്ലാത്തതുകൊണ്ട് അമ്മ വീടിനടുത്തുള്ള നമ്മുടെ ഒരു ബന്ധുവിൻ്റെ ഓട്ടോ പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ അതാണ് ആദ്യം സംസാരത്തിൽ കേട്ടത്. നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി പഞ്ചായത്താണ്. ഇതിപ്പോൾ കാർത്തികപ്പള്ളി ജംഗ്ഷനിൽ കൂടാണ് ഈ ഓട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയത്തില്ല, ഏതൊക്കെ നാട്ടിൽ പോയാലും എവിടെയൊക്കെ താമസിച്ചാലും ഇവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് അത് പ്രവാസികൾക്കൊക്കെ ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ഈ നാട് വിട്ട് നിൽക്കുന്നവർക്കും അറിയാൻ പറ്റും. ഇപ്പം ഞാൻ പോകുന്നതിൻ്റെ പ്രധാന കാരണം എൻ്റെ നാട്ടിൽ ഉത്സവം കൂടാനായിട്ട്. എല്ലാവർക്കും കാണുമല്ലോ അവരവരുടെ നാട്ടിലൊരു മെയിൻ ഉത്സവം. അപ്പോൾ ഞങ്ങൾ ഓണത്തിനൊപ്പം ആഘോഷിക്കുന്ന, ഓണത്തിനൊപ്പം അല്ല, ഓണത്തിനെക്കാട്ടി കേമത്തിൽ ആഘോഷിക്കുന്ന ഞങ്ങളുടെ ഉത്സവമാണ് അശ്വതി എന്ന് പറയുന്നത്. അത് കുംഭമാസത്തിലാണ്. അശ്വതിക്ക് പോയോ, അശ്വതിക്ക് വരുമോ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചോദിക്കാറുള്ളത്. അല്ലാതെ ഉത്സവത്തിന് വരുമോ എന്ന് ചോദിക്കാറ് പോലുമില്ല. കാരണം അശ്വതി അതാണ് മെയിൻ. നമ്മുടെ നാട്ടിൽ കുട്ടി കുട്ടി അമ്പലങ്ങളുണ്ടെങ്കിലും മെയിൻ അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ വലിയകുളങ്ങര ക്ഷേത്രമാണ്. അവിടുത്തെ കുംഭമാസത്തിലെ അശ്വതി നാളിലാണ് ഉത്സവം വരുന്നത്. രേവതി, അശ്വതി, ഉത്രട്ടാതി ഇതെല്ലാം ഭയങ്കര ആഘോഷമാണ്. ഓരോ കരക്കാരാണ് ഓരോന്നും ആഘോഷിക്കുന്നത്. അശ്വതി എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ഉത്സവം. പറഞ്ഞു ദേ നമ്മുടെ അമ്പലം ഇങ്ങെത്തി. ഈ കാണുന്നതാണ് മേജർ വലിയകുളങ്ങര ദേവീക്ഷേത്രം. കുഞ്ഞിലേ തൊട്ട് ഈവൻ ഒരു മിഠായി കളഞ്ഞു പോയാൽ പോലും കിട്ടണമെന്ന് പ്രാർത്ഥിക്കാൻ ഓടി വരുന്ന സ്ഥലം ഇതായിട്ടോ. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ വീട്, ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ വീട്. ഇത്തവണ നമ്മൾ വളരെ നേരത്തെ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതുവരെ വന്നിട്ടില്ലെന്ന് പറയാം. ഈ വെളുപ്പാങ്കാലത്തുള്ള യാത്രയായതുകൊണ്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് വീട്ടിലെത്തി. അമ്മ നമുക്ക് പുട്ടും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു അത്ഭുത സംഭവം കേട്ടോ. ഇവിടെ വന്നാൽ പറൂന് ആരെങ്കിലുമൊക്കെ വാരി കൊടുക്കണം. ഇത് പുട്ടും മുട്ടക്കറിയൊക്കെ തന്നെ ഇരുന്ന് കഴിക്കുന്നു. ഞങ്ങളൊരു കുഞ്ഞാവെ കാണാൻ പോവാണേ. എലനോർ എന്നാ പേര്. അപ്പോൾ അതിനെ ആശാപ്പിയുടെ വീട്ടിലോട്ട് പോവുക. ഇത് കണ്ടോ, ഈ സ്ഥലമൊക്കെ കണ്ടോ? ഞാൻ എപ്പോഴും പറയത്തില്ലേ ഹരിതാഭ്യം വെച്ചത് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ പല പ്രാവശ്യം കണ്ടിട്ടുള്ളത്. ഇത് തോട്. അതാ മഴ പെയ്തോണ്ട. ഇത് പറിക്കാറായില്ലല്ലോ അല്ലേ? അന്ന് നേരത്തെ നടാഞ്ഞേ. കുളം ഇതുവഴി കയറി ഇറങ്ങാം. ഈ തെങ്ങും പറ്റേ കൂടെ വീഴല്ലേ, മീൻ വീഴല്ലേ. തെന്നി വീഴല്ലേ, അതേ പിടിച്ചോണ്ട് ചാടിക്കോ. ഇതൊന്നുമില്ല, വേണ്ടേ ഞാൻ ചാടി. കീരി അണ്ണാനെ കണക്കിരിക്കും, അണ്ണാനെ പോലെ. പിന്നെന്താണ്, കീരി പ്രസവിക്കും ആയിരിക്കും, മുട്ട ഇടുമല്ല. അവനിപ്പം വരും. ബ്രൂണോ, ഹായ് ബ്രൂണോ, ഹലോ. എന്താടാ നീ വരുന്നേ?
അവിടെ ആരാ ഉള്ളേ അകത്ത്? ബാബാ ഹായ് ബ്രൂണോ, ബാബാ ബാടാ. അവന് നമ്മളെ അറിയാലോ. മാലാട്ടെന്നാ ഉണ്ടോ സ്നേഹം? ഇടാരാ? ഹായ് പറഞ്ഞേ. ഉമ്മ ഇല്ല. ആ എന്താണ്? അയ്യോ താഴെ നിൽക്കത്തില്ല. വാവ എടുത്ത് വീട്ടിൽ വന്ന് ഞാൻ കാണുന്നത് അമ്മ സാരി ഉടുക്കുന്നത്. എവിടെ പോകാമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചിക്കൻ വാങ്ങാൻ പോകാമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പോയി വാങ്ങാമെന്ന്. ഇമാതിരി പണിയൊന്നും ഞാൻ നേരത്തെ ഇവിടെ ചെയ്യത്തില്ലായിരുന്നു, പക്ഷേ സാഹചര്യം വരുമ്പം ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ പുളുക്കിയിൽ വന്നേ കേട്ടോ. ഇവിടെ തൊട്ടടുത്തൊരു ചായക്കടയുണ്ട്. അവിടെ മടക്കുസാൻ ഇരിക്കുന്നത് കണ്ട് അങ്ങനെ 3-4 വാങ്ങിച്ചു. എൻ്റെ പുറയിലായിട്ട് പുളുക്കിയിൽ കെട്ടുകാഴ്ച കുതിരയുടെ പണി നടക്കുന്നുണ്ട്. ഇത് അശ്വതിയുടെ അന്നാണ് ഇവിടുന്ന് അമ്പലത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പം അതിൻ്റെ പന്തലാണ് ഈ പുറയിൽ കാണുന്നത്. അങ്ങനെ പറഞ്ഞ സമയം ഇപ്പോൾ ദേ ഉച്ചയായിട്ടുണ്ട്. അങ്ങനെ ഇലയും വെട്ടി എല്ലാവരെയും ഉണ്ണാനിരുത്തി. ഇവിടെ സദ്യയൊന്നും അല്ല കേട്ടോ. സദ്യ എന്നൊക്കെ ഞങ്ങൾ പറയും, പക്ഷേ നോൺ വെജാണ് മെയിൻ. ഇറച്ചിയും മീനും എല്ലാം ഉള്ള ഒരു നോൺ വെജ് സദ്യ. പരിപ്പും പപ്പടവും മസ്റ്റാണ്. ഇത്തവണ നമ്മൾ പായസം അങ്ങനെയൊന്നും ഉണ്ടാക്കിയില്ല. ഈ ഇറച്ചിയും മീനും എല്ലാം കൂടെ ആകുമ്പം ഇതെല്ലാം അധികം വന്നിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് പിന്നെ 2-3 ദിവസം ആ ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങൾ ചൂടാക്കി കഴിക്കേണ്ടി വരും. അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. ഇന്നിങ്ങനെ എല്ലാവരും കൂടിയുള്ള ലഞ്ച് ഞങ്ങൾ ഒട്ടും പ്ലാൻ ചെയ്തതല്ല. നമ്മൾ വന്നപ്പം എല്ലാവരെയും വിളിച്ച് എല്ലാവരും വന്നു. പിള്ളേർക്കൊക്കെ അവധിയായിരുന്നു. ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ. നമ്മൾ ഈ കളികളിലൊക്കെ മാൻ ഓഫ് ദ മാച്ച് എന്ന് പറയത്തില്ലേ, അതുപോലെ ഇന്ന് ഞങ്ങളിവിടെ വന്നിട്ട് ഇവിടുത്തെ സ്റ്റാർ എന്ന് പറയുന്നത് ഈ വാവയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ട്. വെജ് ഐറ്റത്തിൽ എന്തുണ്ടാക്കുന്നതിനെക്കാട്ടി ഈ കുട്ടികൾക്കെല്ലാം ഇഷ്ടം ചിക്കനാണ് കേട്ടോ. ഇന്ന് സൺഡേ മോർണിംഗ്. ഇന്നാണ് രേവതി ഉത്സവം. നമ്മുടെ കരക്കാരുടെ നടത്തുന്നതാണ് രേവതി ഉത്സവം. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഞാനും അമ്മയും മീയും പാറും ഒക്കെ കൂടി ഓട്ടോയിലാണ് പോകുന്നത്. ലാലിമാമൻ്റെ ഓട്ടോയായിട്ടോ. ഈ പോകുന്ന വഴിക്കൊക്കെ ആകാശമുട്ട പണിയുന്ന തേര് കാണാം കേട്ടോ. ഈ കാണുന്നതാണ് തെക്കുമുറി. ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത്. അതുകൊണ്ട് പണ്ട് തൊട്ടേ ഞങ്ങളുടെ തേരെന്ന് അവകാശപ്പെടുന്ന ഒരു തേരാണിത്. പിന്നെ പുളുക്കീഴ് വന്നപ്പോൾ പിന്നെ പുളുക്കീഴിലോട്ടൊരു ചായ്വൊക്കെ ഉണ്ടായി. ഈ കാണുന്നത് വടക്കേക്കര. ഇവിടെയാണ് വടക്കേക്കരക്കാരുടെ തേര് പണിയുന്നത്. ഇവിടെ കഞ്ഞിവെപ്പും അസ്ത്രവും എല്ലാം ഉണ്ട്. നല്ല രസമാണ് കേട്ടോ. ഈ ഉത്സവം തുടങ്ങിയാൽ തന്നെ ഭയങ്കര വൈബാണ്. ദേ പറഞ്ഞു വീണ്ടും അമ്പലത്തിലെത്തി. ഇവിടെ വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഇവിടുത്തെ അലങ്കാരപ്പണികളൊക്കെ കണ്ടിട്ട്. ഇന്നലെ രാത്രി മുഴുവൻ ആൾക്കാർ ഉറക്കം ഉളച്ചിരുന്ന് ഇവിടെ ഒരുക്കിയിട്ടുള്ളതാണ് ഈ കാണുന്നത്. നിറയെ പൂക്കളാണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട്. ഞാൻ ഈ ഫോണിൽ കാണിക്കുന്ന കൂട്ടൊന്നുമല്ല, നേരിട്ട് കാണണം. എന്ത് രസമായിട്ടുണ്ടെന്നറിയോ. അതുകൂടാതെ ദേ രേവതി 2025 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ചെറുതിലത്തെ രേവതി ഉത്സവമൊന്നും ഇത്രയും ആഡംബരമൊന്നും അല്ല കേട്ടോ. ഇതുപോലെ പൂക്കൾ വെച്ച് അലങ്കാരമൊന്നുമില്ല. എന്നാലും അമ്പലം അലങ്കരിക്കും. അതിൽ ലൈറ്റാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പം എന്ത് രസമാണെന്നല്ലേ. അന്ന് താലം എടുക്കലും പുളുക്കിയിലെ ആലിൻ്റെ ചോട്ടിൽ പറനിറക്കലും ഒക്കെ ഉണ്ട്. പിന്നെ വെടിക്കെട്ട്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ. പിന്നെ അന്നത്തെ ഗാനമേള എന്ന് പറയുന്നത് ഏതെങ്കിലും മെയിൻ ഗ്രൂപ്പുകാരുടെ ആയിരിക്കും. ഒന്നുകിൽ കൊച്ചിൻ കലാഭവൻ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശസ്ത സിനിമാ താരങ്ങളൊക്കെ വന്നുള്ള പരിപാടിയായിരിക്കും. അതൊക്കെ തുടങ്ങുന്നത് തന്നെ പാതിരാത്രിയിലാണ്. അതുകൊണ്ട് അതൊന്നും കാണാൻ വരില്ല. എന്നാലും പുളുക്കിയിൽ വന്ന് താലം കണ്ട് ഇതുപോലെ ദേവിയെ തൊഴുതൊക്കെ പോകും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് ശ്രദ്ധ. ഞാൻ വരുമ്പോഴൊക്കെ ശ്രദ്ധ എന്നെ കാണാൻ വരാറുണ്ട് കേട്ടോ. മനോജൻ്റെ മോളാണ്. എന്നോട് ഭയങ്കര സ്നേഹമാണ്. അതെങ്ങനെ വന്നതാണെന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ശ്രദ്ധയ്ക്ക്. അതുകൊണ്ട് ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ഈ വർഷത്തെ എൻ്റെ ഏറ്റവും വലിയ ദുഃഖമെന്ന് പറഞ്ഞാൽ എനിക്ക് അശ്വതിക്ക് നാളെ നിൽക്കാൻ പറ്റത്തില്ല. നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു വർഷം മുഴുവൻ കാത്തിരിക്കുന്നത്. പക്ഷേ മീക്ക് നാളെ എക്സാം ഉള്ളതുകൊണ്ട് നമ്മൾ ഞായറാഴ്ച ഊണ് കഴിഞ്ഞ് തിരികെ എറണാകുളത്തേക്ക് പോവാണ്. അങ്ങനെ ഇത്തവണത്തെ എൻ്റെ അശ്വതി യൂട്യൂബിൽ കൂടെ കാണാമെന്നുള്ള ഒരു ആശ്വാസത്തോടു കൂടിയാണ് ഞാനിപ്പോൾ പോകുന്നത്. എന്ത് ചെയ്യാം അല്ലേ. സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതനുസരിച്ച് ജീവിക്കുക. അപ്പോൾ അശ്വതി അടുത്ത വർഷം ഉണ്ടല്ലോ.